വിവാദങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ MP. കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അനഘ, ഇപ്പോൾ ഷാഫി പറമ്പിൽ കൂടുതലായി പറയുന്നത് എന്താണ്? കാരണം അദ്ദേഹം പറയുന്നത് പരാതികൾ, നിയമപരമായി പരാതികൾ വരാത്തിടത്തോളം കാലം MLA സ്ഥാനം രാജിവെക്കേണ്ട എന്നൊരു നിലപാട് തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും നിലവിൽ മാധ്യമങ്ങൾ ചോദിച്ച ഓരോ കൃത്യമായി ഉത്തരം പറയാതെയാണ് ഷാഫി പറമ്പിൽ ഇവിടെ നിന്ന് മടങ്ങിയത്. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരേ ഒരു കാര്യം എന്നുള്ളത്, തനിക്ക് ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ടില്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഇത്തരത്തിൽ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പരാതിയും തന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും തനിക്ക് അറിയില്ല എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. നിലവിൽ ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇപ്പോൾ ഒരു പ്രതിഷേധം നടക്കുകയാണ്. ഈ ഷാഫി പറമ്പിൽ തടഞ്ഞു നിർത്തുന്ന രീതിയിലേക്കുള്ള ഒരു പ്രതിഷേധമാണ് ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇപ്പോൾ നടക്കുന്നത്. നിലവിൽ ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കോൺഗ്രസ് പ്രവർത്തകരുമുണ്ട്, അതുപോലെ തന്നെ CPM-ന്റെ പ്രവർത്തകരുമുണ്ട്. ഇവർ തമ്മിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചെറിയ ചില തർക്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും മാധ്യമങ്ങൾ എന്ന് ചോദിച്ച ഒരു ചോദ്യത്തിന് പോലും ഷാഫി പറമ്പിൽ കൃത്യമായ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. അതായത് തനിക്കൊരു പരാതിയും ലഭിച്ചിട്ടില്ല, തനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയില്ല എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. അതായത് ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടലും തമ്മിൽ അതായത് ഒരേ തൂവൽ പക്ഷികളാണെന്നാണ് ഈ ജനം മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ഇത്തരത്തിലുള്ള ഒരു ആരോപണം, ആ ആരോപണത്തെ കുറിച്ച് ഷാഫി പറമ്പിൽ എങ്ങനെയാണ് അറിയാതിരിക്കുക എന്നാണ് ഉയരുന്ന ചോദ്യം. മറ്റൊന്ന്, ഈ മാധ്യമങ്ങളെ പഴിചാരുന്ന നിലയിലേക്കായിരുന്നു ഷാഫിയുടെ പ്രതികരണം മുഴുവനൊന്നുണ്ടായിരുന്നത്. അത് മാധ്യമങ്ങൾ ഇത്തരത്തിലൊരു വാർത്ത സൃഷ്ടിക്കുകയാണ് എന്നാണ് പറയുന്നത്. അത് ഇത്തരത്തിൽ ഈ പാർട്ടി സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചു, അതാണ് ആദ്യ നടപടി. അതിനുശേഷം പിന്നീട് കൃത്യമായൊരു അന്വേഷണം നടക്കട്ടെ, അതിനുശേഷം മാത്രമേ പ്രതികരിക്കുള്ളൂ. ഇപ്പോൾ CPM ആണ് ഇതിനൊക്കെ പിന്നിൽ എന്ന് കൂടി ഷാഫി പറമ്പിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് CPM രംഗത്ത് വരുന്നുണ്ട്. പക്ഷെ അപ്പോൾ ഈ മുകേഷ് അടക്കമുള്ള MLA ആരും തന്നെ ഇത്തരത്തിൽ രാജി വെച്ചിട്ടില്ല എന്നൊരു ന്യായീകരണം കൂടി ഷാഫി പറമ്പിൽ പറയുന്നുണ്ട്. അതായത് ഒരു ചോദ്യത്തിനും ഉത്തരം പറയാതെ, ഒരു കൃത്യമായ ഒരു മറുപടി പറയാതെ മാധ്യമങ്ങളെ പഴിചാരിക്കൊണ്ട് പോകുന്ന സാഹചര്യമാണ് ഷാഫി പറമ്പിലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കൃത്യമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഷാഫിയോട് പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന ഒരു ഇര മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പരാതി തനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ താൻ എന്താണ് ചെയ്യേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഷാഫി പറമ്പിൽ ചോദിക്കുന്നത്. എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി തലത്തിലൊരു നടപടി എടുത്തു, അത് തന്നെ വലിയ കാര്യം എന്ന അർത്ഥത്തിലാണ് ഈ ഷാഫി പറമ്പിൽ പറയുന്നത്. അതായത് പൊതുജനത്തെ സംബന്ധിച്ച് ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ മാറ്റുന്നത് പൊതുജനത്തെ സംബന്ധിച്ച് അവർക്ക് യാതൊരുവിധ കാര്യവുമില്ല. പക്ഷേ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വഹിക്കുന്ന ആ MLA സ്ഥാനം, ആ MLA സ്ഥാനമാണ് ഒഴിഞ്ഞു മാറേണ്ടത്, അല്ലെങ്കിൽ അവിടെയാണ് രാജിവെക്കേണ്ടത് എന്നൊരു ആവശ്യമാണ് ഉയരുന്നത്. ആ കാര്യത്തിൽ ഒരു തീരുമാനവും പറയുന്നില്ല. അപ്പോൾ അവർ ന്യായീകരണമായി പറയുന്നത് മുകേഷ് അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ സ്ത്രീ പീഡന ആരോപണം വരെ വന്നിട്ടും അവിടെ നിന്ന് രാജി വെച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഷാഫിയോട് ഇന്ന് ചോദിച്ച ഒരു ചോദ്യത്തിനും ഉത്തരം നൽകിയിട്ടില്ല, താൻ എവിടെയും ഒളിച്ചോടിയിട്ടില്ല, താൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഷാഫി പറഞ്ഞത്. പക്ഷേ ഒരു ഉത്തരവും പറയാതെ കൃത്യമായി ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്ന തരത്തിൽ തന്നെയാണ് ഷാഫി